പതുക്കെ ശരിക്കും പതുക്കെ ശരിക്കും സ്പീഡ് വേണ്ട, സ്പീഡ് വേണ്ട. മണത്തെ കൃത്യമായി എന്തിന്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. നാവിന്റെ അറ്റം രണ്ടായി പിളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ഗന്ധതന്മാത്രകൾ കൂടുതലായി നാവിൽ വന്നു വീഴുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അതായത് ആയിട്ടില്ല, ഒന്നുകൂടി വെക്കാണ്ട്, ഒന്നുകൂടി വെക്കാണ്ട്. മാത്രമുള്ള അവയവമാണ്. തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം. നാക്കുപയോഗിച്ച് ഇവയുടെ ഗന്ധം മനസ്സിലാക്കുന്നു. ഇവയെ വെള്ളത്തിൽ വെച്ച് കൊന്ന് ആഹാരമാക്കുന്നു. കഴിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കൊടുക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന. അവ വിഴുങ്ങുകയാണ് ചെയ്യുക. ഇവയുടെ തലമുറാണ് വിഴുങ്ങുക. നഖം തുടങ്ങിയ പൂർവ്വഭാഗങ്ങൾ തട്ടി അണിമാളം മുറിഞ്ഞിരിക്കാനും ആ ചെറുത് എടുത്തിട്ട് മാറ്റ്. ഒക്കെ വേണ്ടിയാണ് അവ പതുക്കെ പതുക്കെ പതുക്കെ. മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട്. സ്ലോലി അപ്പുറത്ത്. നീ ചെറുത് വെക്ക്. സ്ലോലി. ഒന്നുകൂടി വെക്ക്. വളർച്ച പെട്ടെന്നുണ്ടായാൽ പടം പൊഴിക്കലും പെട്ടെന്നുണ്ടാകും. വളർച്ച മഞ്ഞയായാൽ പടം പൊഴിക്കലും വൈകും. ജനിച്ചു വീഴുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ 15 ദിവസത്തിലൊരിക്കലും പടം പൊഴിച്ചേക്കാം. എങ്കിലും വലുതായി കഴിഞ്ഞാൽ 2-3 മാസത്തിലൊരിക്കലേ ഇത് സംഭവിക്കാറുള്ളൂ. പടം പൊഴിയാറായ പാമ്പ് ഭക്ഷണം പോലും കഴിക്കാതെ ഉഷാറൊക്കെ നഷ്ടപ്പെട്ട് ഏതെങ്കിലും വാണത്തിൽ വിശ്രമത്തിൽ ഏർപ്പെടും. ആ സമയത്ത് അതിന്റെ കണ്ണ് നീല നിറമാവുകയും ചെയ്യും. മൂർഖൻ പാമ്പുകൾക്ക് കൺപോളകളെയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ എഴുമ്പോഴും മാളത്തിൽ ഇറങ്ങുമ്പോഴും എല്ലാം കണ്ണിൽ മണ്ണ് വീഴാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് സ്ലോലി വെക്ക്. ഇതിന്റെ പേര് റെഡി. നമ്മുടെ ബോൾ എവിടെ? ജലനഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു